ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവര് തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാതെ പോയതാ ഞാൻ ചെയ്ത തെറ്റ്. കണ്ടില്ലേ, പറഞ്ഞപ്പോ തന്നെ ആൾ ഓടിയത്. ശരിയാ സത്യമ്മേ. രാഘവൻ സാറിന് സുഖമില്ലാതിരിക്കാന്ന് പറഞ്ഞപ്പോഴേ ലോട്ടറി കച്ചവടം നിർത്തി പിള്ളച്ചേട്ടൻ പോയി. ഇനി നമുക്ക് സമാധാനായിട്ട് പോകാം. രാഘവേട്ടന്റെ കാര്യം പിള്ള നോക്കിക്കോളും. സമാധാനായി. നീ വാ. അയ്യോ രാഘവൻ സാറേ, ചാകാനാണെങ്കിൽ വേറെ വല്ല വഴി നോക്കണോ? ദേഹത്ത് മണ്ണ് പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക. ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളൂ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഒരു മനസാക്ഷി ഇല്ലാത്തമാര് പോടാ. സാറേ, സാറ് എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നത്? അയ്യോ സാറേ, സാറ് ഇവിടെ ഇരുന്നാ എവിടെ തിരുന്നാ മതി. എന്തോടാ പിള്ളേത്? കൊറേ ലോട്ടറി താനൊക്കെ വാങ്ങിയ? കച്ചവടത്തിനാ. ലോട്ടറി കച്ചവടോ? താനോ? അതൊക്കെ പോട്ടെ, സാർ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് കൊണ്ടുപോകായിരുന്നല്ലോ. അതിന് താൻ വേണം കണക്കൂലായിരുന്നോ? എന്ത് വിണക്കം? സാറിന് എന്തെങ്കിലും വന്നോന്ന് അറിഞ്ഞ ഈ രമണൻ പിള്ളയ്ക്ക് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റൂ? ഞാനേ ഡോക്ടറെ കണ്ടു വരുന്ന വഴിയാ. ഭയങ്കര തിരക്കാ. ഡോക്ടർ എന്ത് പറഞ്ഞു സാറേ? മരുന്ന് വന്നു, കൃത്യമായിട്ട് കഴിക്കണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് കഴിക്കാൻ പറ്റിയൊന്നും വരത്തില്ല എന്ന്. എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളെ എന്നോടും കുടുംബത്തോടും വഴക്കിട്ട് എങ്ങോട്ടോ പോയേക്കുവാന്ന്. അയാൾ തിരിച്ചു വരുവാന്നേ കൃത്യമായിട്ട് കഴിക്കാന്ന് പറഞ്ഞു. എന്റെ രാഘവൻ സാറേ, സത്യാമ്മ അങ്ങനെ പറഞ്ഞത് കൊണ്ടാ ഞാൻ വരാതിരുന്നത്. അല്ലാതെ എനിക്ക് ആരോടും വഴക്കും ഒന്നുമില്ല. എടോ, താനല്ലടോ എന്റെ സാരഥി. എന്റെ ശബ്ദവും ശരീരവും ഒക്കെ താനാ. അപ്പൊ പിന്നെ താൻ വരാതായ പിന്നെ ചത്തയൊക്കെ ജീവിച്ചിരിക്കുന്ന അവസ്ഥയെ പോകില്ലേ? അപ്പോ താൻ്റെ കൂടെ കാണുമോ ഇനിയെങ്കിലും? താനില്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ലടോ. അതവക്കറിയില്ലല്ലോ. താനങ്ങ് ക്ഷമിച്ചുകളാ. അവളൊരു വാപോയ കോടാലി എന്ന് എനിക്കറിയാവുന്നതല്ലേ. അല്ല സാറേ, എനിക്ക് പിണക്കൊന്നുമില്ല സാറേ. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സത്യാമ്മ വന്നപ്പോ അതൊക്കെ താനേ അങ്ങ് മാറി. അവളൊന്ന് തന്നെ കണ്ട? പിന്നെ ഇല്ലേ, സാറ് ഒറ്റയ്ക്ക് പോയതിന്റെ സങ്കടം കൊണ്ട് എന്നോട് ഒന്ന് പറയായിരുന്നു കൂട്ടിക്കൊണ്ടുവരാൻ.